നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അഴിമതി, കൈക്കൂലി, സ്വജന പക്ഷപാതം, ഇതൊക്കെ തട്ടിയെടുക്കുന്നത് മറ്റൊരാളുടെ അവസരത്തെയാണ്. അതൊരു പക്ഷേ നിങ്ങളുടെ ഭാര്യയുടെയോ കുട്ടിയുടെയോ അവസരമായിരിക്കും. നാളെ നിങ്ങൾ ഇല്ലാതാവുന്ന സമയത്ത് നിങ്ങളുടെ ഭാര്യ അർഹിക്കുന്ന വിധവാ പെൻഷൻ ഒരാൾ തടഞ്ഞുവെച്ചാൽ എന്തുമാത്രം നിന്ദ്യവും നികൃഷ്ടവുമായിരിക്കും അത്. നമ്മുടേതെന്ന് കരുതി ചെയ്യുമ്പോഴേ ഏതൊരു ജോലിയിലും ആത്മാർത്ഥതയുണ്ടാകും. നമ്മൾ ജനത്തെ സേവിക്കുന്നില്ല, നമ്മൾ സേവിക്കുന്നത് നമ്മളെ തന്നെയാ. നമ്മൾ തന്നെയാണ് ജനം. ജനത്തിൽ ഒരുവനാണ് നമ്മൾ ഓരോരുത്തരും. നമ്മളെ തന്നെ സേവിക്കാൻ സർക്കാർ നമ്മളെ തിരഞ്ഞെടുത്തു, അതിന് ശമ്പളവും തരുന്നു. അതിലും വലിയ കാര്യം എന്താണ്? അതുകൊണ്ട് നല്ലതേ നടക്കാവൂ. വിയോജിപ്പുള്ളവർക്ക് അത് രേഖപ്പെടുത്താം. ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഓഫീസാണിത്. Enough for today. എല്ലാവർക്കും അവരവരുടെ സീറ്റുകളിലേക്ക് മടങ്ങാം. അപ്പോ കാണാം കളക്ടറെ. കാണണം. അതിനാണല്ലോ 6 വർഷങ്ങൾക്ക് ശേഷം ഞാൻ മടങ്ങി വന്നിരിക്കുന്നത്. നന്ദിയുണ്ട് ജഗദീപ്, വിവരങ്ങളെല്ലാം കൃത്യസമയത്ത് എത്തിച്ചു തന്നതിന്. അത് പിന്നെ വിഷ്ണു ആശാൻ എനിക്ക് എങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റുമോ മാഡം? ആശാനെ സത്യാമ്മേനെ ഇവരൊക്കെ കൂടി കണക്കിന് ദ്രോഹിച്ചു. അതൊക്കെ കണ്ട് സഹിക്കാൻ വയ്യാ ഞാന്. അതുകൊണ്ട് തന്നെയാ ഞാൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചോദിച്ചു വാങ്ങിയതും. ജോൺ എബ്രഹാമിനെ പറ്റിയുള്ള വിവരങ്ങൾ ജഗദീപ് വിജിലൻസിന് കൊടുത്തതും ഇവിടെ ഒരു വലിയ മാറ്റത്തിന് സഹായിച്ചു. അല്ല, കുടുംബത്തിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ മാഡത്തിന്റെ കുടുംബോ? അതെ, ഞാൻ അവിടെ ഒന്ന് വിളിച്ചറിയിച്ചോട്ടെ, ഇവിടെ കളക്ടറായിട്ട് ചാർജ് എടുത്തുന്ന വിഷ്ണു ആശാന് ഭയങ്കര സന്തോഷവും. ആശാന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നല്ലോ അത്. എന്നെ എപ്പോ കണ്ടാലും ശാലിനി മാഡത്തിന്റെ കാര്യം മാത്രമേ പറയാനുള്ളൂ. അതെ, ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ആ മനസ്സിൽ മാഡം മാത്രമേ ഉള്ളൂ. ഒന്ന് പറഞ്ഞോട്ടെ മാഡം. സമയമായില്ല ജഗദീപ്, ആകുമ്പോ ഞാൻ തന്നെ പറയാം. ശരി, എന്നാ ഞാനങ്ങോട്ട്. ശരി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മ മോനെ പറ്റിച്ചെന്ന് തോന്നുന്നുണ്ടോ? അത് പിന്നെ അമ്മ എന്താ പറയുന്നത്, എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വിവാഹം മുടക്കിയേക്കാമെന്ന് ഞാൻ പറഞ്ഞത് എന്തുദ്ദേശത്തിലായിരുന്നു എന്ന് മോന് മനസ്സിലായില്ലേ? അതുകൊണ്ടല്ലേ നിത്യയുടെ അച്ഛനും ചെറിയച്ഛനും തമ്മിലുള്ള വഴക്ക് തീർന്നത്. അവരൊരുമിച്ച് നിൽക്കുന്നതും പരസ്പരം പുറത്ത് സംസാരിക്കുന്നതും ഒക്കെ കാണുമ്പോൾ അതിനേക്കാൾ വലിയ സന്തോഷം വേറെ എന്താ? അല്ലാതെ അമ്മ അവളെ വേണ്ടാന്ന് പറയുമെന്ന് മോൻ കരുതിയോ? മോനെ, നിത്യ നിനക്ക് വിധിച്ച പെണ്ണ്, ഈ കുടുംബത്തിന് വിധിച്ച പെണ്ണ്. അത് ദൈവത്തിന്റെ തീരുമാനമാണ്. ഒരാൾക്കും അത് മാറ്റിമറിക്കാനാവില്ല.
എന്നാലും എനിക്കെന്തോ നോക്ക്, നമ്മളൊരു വലിയ നേട്ടം എത്തിപ്പിടിക്കുമ്പോൾ അതിനു മുൻപ് ചെറിയ ചെറിയ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവും. ആ തടസ്സങ്ങളൊക്കെ മറികടന്ന് അത് നേടുമ്പോൾ അതിന്റെ പൂർണ്ണതയിലെത്തും. മോനെ, നിന്റെ മനസ്സിൽ വെറുതെ വേണ്ടാത്ത എന്തൊക്കെയോ തോന്നലുകൾ കടന്നുകൂടിയിട്ടുണ്ട്. അത് അമ്മയ്ക്ക് നന്നായി അറിയാം. അമ്മ ബുദ്ധിമുട്ടുന്നതിനെ കുറിച്ചാണ് നീ ചിന്തിക്കുന്നതെങ്കിൽ അമ്മയ്ക്കത് ഇഷ്ടമാണ്. നിങ്ങൾ മക്കൾക്ക് വേണ്ടിയല്ലാതെ ഞാൻ ആർക്ക് വേണ്ടിയാടാ ബുദ്ധിമുട്ടേണ്ടത്? മോനെ, പിന്നെ അമ്മ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? സത്യത്തിൽ ഇത് കുറച്ച് മുൻപേ ചോദിക്കേണ്ട കാര്യമായിരുന്നു. പക്ഷെ ഓരോ തിക്കും തിരക്കിനും ഇടയിൽ അതിന് സമയം കിട്ടിയില്ല. അമ്മ കാര്യം പറ. നിത്യം നിന്റെ ഭാര്യയായി വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഞാനാണ്. അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യുകയും ചെയ്തു. അമ്മ കണ്ടെത്തിയ കുട്ടിയെ ശരിക്കും ഇഷ്ടമാണോ നിനക്ക്? പറയൂ. എന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലാതെ അമ്മ മറ്റൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം. അമ്മ എന്നെ സ്നേഹിക്കുന്ന പോലെ ഈ ലോകത്ത് വേറെ ആരും എന്നെ സ്നേഹിക്കില്ല. ഇനി എന്റെ മോന്റെ മനസ്സിലൊരു സങ്കടവും വേണ്ട. ഉം. നാളെ നിത്യയുടെ വീട്ടിൽ പോണം. നിത്യയും അച്ഛനെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം. കേട്ടോടാ? ആ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒരു വാക്കിൽ ഞാൻ പരിഹാരം കാണേണ്ട കാര്യത്തിനെ രണ്ടു കുടുംബങ്ങളുടെ തമ്മിലടിയാക്കി മാറ്റുകയും അതുവഴി ധാരാളം പേരുടെ കണ്ണീരിന് കാരണക്കാരിയാവുകയും ചെയ്ത ആളാണ് അർച്ചന. അതൊന്നും അത്ര പെട്ടെന്ന് മനസ്സിൽ നിന്നും പോകില്ല മാഷെ. സേതുവിന്റെ മനസ്സ് മാറ്റാൻ ഞാനാളില്ല. എങ്കിലും ചില കാര്യങ്ങൾ പറയണമെന്നുണ്ട്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലാത്തതാണെങ്കിലും നടന്നത് കുറച്ചെങ്കിലും സേതു അറിയണമല്ലോ. സന്ദീപ് അതിരെ ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോ തന്നെ ഞങ്ങളതിൽ നിന്നും അതിരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. ഒരു ദിവസം ഇവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. പിന്നീട് ഈ നിമിഷം വരെ ആ വീട്ടിൽ സമാധാനം ഉണ്ടായിട്ടില്ല. നേരാവണ്ണം ഞങ്ങൾ അന്തി ഉറങ്ങിയിട്ടില്ല. പിന്നീട് അവരിതൊക്കെ മറന്നുവെന്നും മനസ്സിലാക്കിയപ്പോ മറ്റൊരു വിവാഹം ഉറപ്പിച്ചു. അതാണെങ്കിൽ മുടങ്ങുകയും ചെയ്തു. പിന്നെ നടന്നത് ഞങ്ങൾ അറിയുന്നത് സേതു അറിയുന്ന സമയത്ത് തന്നെയാണ്. ഇവരുടെ ബന്ധം അറിയുമ്പോൾ സേതുവേട്ടൻ എങ്ങനെ പ്രതികരിക്കുന്നൊരു പേടിയുണ്ടായിരുന്നു. അതാ ഞങ്ങളൊന്നും പറയാതിരുന്നത്.
പിന്നെ അച്ഛന്റെ കാര്യം സേതുവേട്ടൻ തന്നെ തീരുമാനിക്കാം. ഞങ്ങൾക്ക് കുറച്ചെങ്കിലും സമാധാനമുള്ളത് ഞങ്ങളുടെ 2 മക്കളും ഇവിടെയാണെന്നുള്ളതാ. സേതുവേട്ടൻ മക്കളെ പോലെ നോക്കുന്ന അറിയാവുന്നതുകൊണ്ട്, അതുകൊണ്ട് തന്നെ അവരെ ശകാരിക്കാനും ശിക്ഷിക്കാനും ഒക്കെയുള്ള അധികാരം ഞങ്ങളെപ്പോലെ തന്നെ സേതുവേട്ടനും ഉണ്ട്. അച്ഛൻ ചെയ്ത തെറ്റിന്റെ ശിക്ഷ എങ്ങനെ വേണമെന്നുള്ളത് സേതുവേട്ടന്റെ ഇഷ്ടവും താല്പര്യവും. പക്ഷെ ഒരടിയുടെ വേദന കൊണ്ട് തീരാനുള്ളത് അവഗണിച്ച് അതൊരു തീരാ വേദന ആക്കരുതെന്നുള്ള അപേക്ഷ മാത്രമേ ഉള്ളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അത് ജാക്കിയാണെന്നുള്ളത് ഉറപ്പാ. അവൻ രക്ഷപ്പെട്ടു കളഞ്ഞു. അതാ എന്റെ വിഷമം. ജാക്കി അവിടെ താമസിപ്പിച്ചിരുന്നത് കവിത അപ്പച്ചിയാ. എന്തായാലും അവൻ രക്ഷപ്പെട്ടു കളഞ്ഞല്ലോ. ജാക്കിയെ പിടികിട്ടിരുന്നെങ്കിൽ മുത്തശ്ശിയുടെ കൊലപാതകം തെളിഞ്ഞേനെ. പുറത്തേക്ക് പോയ കവിതപ്പച്ചി പിന്നെ എവിടെ പോയതാ? അവൻ അവിടെ എവിടെയോ ഒളിച്ചിരിപ്പുണ്ട്. എന്നാ അവരെ ഇപ്പൊ തന്നെ കൈയോടെ പിടിക്കണല്ലോ. നമ്മള് വീടിന് പുറത്തെല്ലാം അവരെ തെരഞ്ഞതല്ലേ, കണ്ടില്ലല്ലോ. ആദ്യം കവിതപ്പച്ചി റൂമിലുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ശരിയാ, വന്നേ നമുക്ക് നോക്കാം. എന്താ 3 ആളും കൂടി ഇവിടെ? സമയം ഒരുപാടായില്ലേ? ഉറങ്ങുന്നൊന്നുമില്ലേ? ഞാനൊരു ഉറക്കം കഴിഞ്ഞൊന്ന് ഉണർന്നതാ. അപ്പൊ ഇവിടെ എവിടേക്കോ എന്തൊക്കെയോ ഒച്ചയും ബഹളമൊക്കെ കേട്ടു. പിന്നെ എനിക്ക് ഉറക്കം വന്നില്ല. അങ്ങനെ ഉറക്കം വരാതെ കിടന്നപ്പോഴാ ഇവിടെ നിന്നുള്ള സംസാരമൊക്കെ കേട്ടത്. അതാ ഞാൻ എന്താന്ന് നോക്കാമെന്നേ. സമയം ഇപ്പൊ ഇത്ര ആയില്ലേ? 3 ആക്കും പോയി കിടന്ന് ഉറങ്ങിക്കൂടെ? വെറുതെ ഇങ്ങനെ സംസാരിച്ചു നിന്ന് ഉറങ്ങിക്കിടക്കുന്നവരെ കൂടെ ഉണർത്തണം. കവിതേച്ചി എവിടെ ഞാൻ കണ്ടല്ലോ. എവിടെ? നീ എന്തൊക്കെയാ പറയുന്നേ? അപ്പച്ചി കുറച്ചു മുൻപ് വീടിന് പുറത്തു പോയിരുന്നില്ലേ? അയ്യോ, നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയേ? സ്വപ്നം വല്ലതും കണ്ടോ? ഇവിടെ ആരും വിഡ്ഢികളാണെന്ന് കരുതണ്ട. നീ എന്തൊക്കെ പറയുന്ന സഞ്ജു? ഗോവിന്ദ, എന്താ കാര്യം? ഞങ്ങൾക്ക് ആളെ പിടിക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ഇപ്പോ ഇങ്ങനൊന്നും സംസാരിക്കേണ്ടി വരില്ലായിരുന്നു. ഈ പിള്ളേർക്ക് എന്തോ ഭ്രാന്തായി. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ കണക്കിനാണെങ്കിൽ താമസിയാതെ എല്ലാം മനസ്സിലാവും. ഞങ്ങൾ തന്നെ എല്ലാം മനസ്സിലാക്കി തന്നിരിക്കും. ഓ, നല്ല അഭിനയം, ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞത് ശരിയാ. 3നും തലയ്ക്ക് പ്രശ്ന. ഓ, ഞാൻ എന്തിനാ നിങ്ങളോട് വർത്തമാനം പറഞ്ഞ് എന്റെ സമയം കൂടി കളയുന്നേ? ഓ, സമയം ഇത്രേ. സുഖമായിട്ട് ഞാൻ പോയി കിടന്ന് ഉറങ്ങുന്ന നല്ലത്. സൂക്ഷിക്കണം, നമ്മൾ കൂടുതൽ സൂക്ഷിക്കണം. അവര് രണ്ടും കൽപ്പിച്ച. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി.
മോളെ, സഞ്ജു നിന്നെ വിളിക്കുന്നത്. നീ അവനോടൊന്ന് സംസാരിക്കേ. എന്റെ ഫോണിൽ പലരും വിളിക്കും. അവരോടൊക്കെ ഞാൻ സംസാരിക്കണമെന്ന് അമ്മ എന്തിനു വാശി പിടിക്കുന്നേ? എന്താ മോളെ നീ ഇങ്ങനെ? എന്താ ഇവിടെ? മോള് പറഞ്ഞൊന്നും പ്രഭ കേട്ടില്ലേ? അവൾക്ക് പലരിൽ ഒരാളാ സഞ്ജു എന്ന്. എന്നാടി നിന്റെ കഴുത്തിൽ താലി കെട്ടിയവൻ നിനക്ക് പലരിൽ ഒരാളായത്? എത്ര പേരുടെ കഴുത്തിൽ താലി കെട്ടിയിട്ടുണ്ടെന്ന് അമ്മ ചോദിക്കേ. കവിത പറയുന്ന ഏഷണി കേട്ട് അവന് സംശയിക്കാൻ മാത്രം അധപ്പതിച്ചു പോയല്ലോടി നീ. ദേ, സഞ്ജു വീണ്ടും വിളിക്കുന്നു. മോളെ, നീ അവന്റെ കോൾ എടുക്ക്. നാളെ രാവിലെ സഞ്ജുവിനെ ഞാൻ ഇങ്ങോട്ട് വിളിക്കാൻ പോവാ. അവൻ വന്നാ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് നീ അവന്റെ കൂടെ പൊയ്ക്കോണം. മംഗലശ്ശേരിന്ന് ഞാൻ ഇറങ്ങി വന്നതേ നാണം കെട്ട് മടങ്ങി പോവാനല്ല. എല്ലാം അവസാനിപ്പിച്ച് തന്നെയാ ഞാൻ ഇറങ്ങിയത്. എങ്കിൽ പിന്നെ നാണം കെട്ട് അവൻ ഈ വീട്ടിൽ കയറി ഇറങ്ങി നടക്കുന്ന എന്തിനാ? അവനും ആയതുകൊണ്ടാ നിന്റെ പിടിവാശിക്ക് മുമ്പിൽ മുട്ടുകുത്തി തരുന്നത്. സഞ്ജുനോട് ഈ വീട്ടിൽ കയറി ഇറങ്ങാൻ ഞാൻ പറഞ്ഞോ? എനിക്ക് കാണാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ടും എന്തിനിവിടെ കയറി ഇറങ്ങണം? അങ്ങനെ കയറി ഇറങ്ങുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ടെന്ന് നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തത്? ഉണ്ടടി, കാരണമുണ്ട്. അവന് നിന്നെ വേണോന്നുള്ളതുകൊണ്ട്. പ്രഭേ, നിങ്ങളുടെ മോള് ജീവിക്കാനല്ല ആഗ്രഹിക്കുന്നത്. ഇതിന് മോളെ കണക്ക് പറഞ്ഞ് അനുഭവിക്കും. ഇതിനേക്കാൾ വലിയ അനുഭവമൊന്നും എനിക്കിനി വരാനില്ല. കെട്ടിച്ചു വിട്ട പെണ്ണ് ഭർത്താവിനോട് വഴക്കിട്ട് വീട്ടിൽ വന്ന് നിൽക്കുകയാണെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണം അല്ലേ? ഞാനിവിടെ നിൽക്കുന്നതില് അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞാ മതി. ഞാൻ ഏതെങ്കിലും ഹോസ്റ്റലിലേക്ക് പോയി തരാം. കാഞ്ചനെ, നീ അകത്തേക്ക് പോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ പറയുന്നത് കേൾക്കാൻ തയ്യാറാവാത്ത ഒരാൾ എനിക്ക് വേണ്ടി എന്തിനാ വെച്ച് വിളമ്പുന്നത്? ആ കൈകൊണ്ട് വിളമ്പുന്ന ആഹാരം ഞാൻ കഴിക്കുന്ന എന്തിനാ? വിശാലേ, നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ? ഞാനേ കൂടുതലൊന്നും പറയുന്നില്ല. പറഞ്ഞാൽ ശരിയാവില്ല. അയ്യോ സർ, സാർ വിഷമിക്കണ്ട. എന്റെ പേരിൽ എഴുതി വെച്ചിരിക്കുന്ന സ്വത്തുക്കൾ ഞാൻ അമ്മയുടെ പേരിലേക്ക് മാറ്റി എഴുതി ഒപ്പിട്ട് കൊടുത്താ പോരെ? സാറ് അതിനുവേണ്ട ഡോക്യുമെന്റ്സ് തയ്യാറാക്കിക്കോ, ഞാൻ ഒപ്പിട്ട് തരാം. അപ്പോ അമ്മയുടെ പേരിലേക്ക് സ്വത്തുക്കൾ കൈമാറാൻ തനിക്ക് സമ്മതമാണ്? അങ്ങനെ തലയാട്ടിയാൽ മാത്രം പോരാ. അമ്മയുടെ പേരിലേക്ക് സ്വത്തുക്കൾ എഴുതി കൊടുക്കാൻ തനിക്ക് പൂർണ്ണ സമ്മതമാണെന്ന് താൻ തന്റെ നാവ് കൊണ്ട് അമ്മയോട് പറയണം. അങ്ങനെ പറയിപ്പിക്കാന്ന ഞാൻ എന്റെ അമ്മയ്ക്ക് കൊടുത്തിരിക്കുന്ന വാക്ക്. അതെനിക്ക് നിറവേറ്റണം. പറയടോ, അമ്മയുടെ പേരിലേക്ക് സ്വത്തുക്കൾ എഴുതി കൊടുക്കുന്നതില് തനിക്ക് പൂർണ്ണ സമ്മതമാണെന്ന് താൻ തന്നെ നേരിട്ട് അമ്മയോട് പറയ്. എടാ,
പറയാൻ. ഞാൻ അമ്മയുടെ പേരിലേക്ക് സ്വത്തുക്കൾ എഴുതി കൊടുക്കുന്നതിന് എനിക്ക് ഒരു എതിർപ്പുമില്ല. എന്താ എന്താ ഇപ്പൊ പാർവതി പറഞ്ഞത്? ഞാനത് ശരിക്കും കേട്ടില്ല. അതാ ദേ, അമ്മ കേട്ടില്ലെന്നേ. താൻ തന്റെ സമ്മതം ഒന്നുകൂടി അമ്മ കേൾക്കാൻ പാകത്തില് ഒന്ന് പറഞ്ഞേ. എനിക്കിവിടുത്തെ വസ്തുക്കൾ അമ്മയുടെ പേരിലേക്ക് മാറ്റി എഴുതി തരാൻ പൂർണ്ണ സമ്മതമാണ്. അതിൽ യാതൊരു എതിർപ്പുമില്ല. ഇപ്പോ അമ്മ ശരിക്ക് കേട്ടില്ലേ? കേട്ടു കേട്ടു. ഇപ്പൊ ഞാനത് നന്നായിട്ട് കേട്ടു. മോനെ, എനിക്ക് ഇത് ഇവളുടെ നാവ് കൊണ്ടൊന്ന് കേട്ടാ മതിയായിരുന്നു. ഇപ്പോ സാറിന്റെ വിഷമം മാറിയല്ലോ. ഇനി സമാധാനം ഇരുന്ന് ആഹാരം കഴിക്കാൻ. അച്ഛാ, വേണ്ട, എന്റെ വിശപ്പ് കെട്ടുപോയി. ആ മോനെ, നീ കഴിക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. താനിപ്പോ ആ പഴയ പാർവതിയെ അല്ല. സർ എന്തായി പറയുന്നേ? ഞാൻ എന്ത് മറച്ചു വെച്ചെന്നാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ദേ, ഞാൻ പറഞ്ഞത് എന്താണെന്ന് വ്യക്തമായി തനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതറിയാത്ത മട്ടിൽ താൻ മനഃപൂർവ്വം പെരുമാറുന്നത്. ഇനിയിപ്പോ തനിക്കത് വ്യക്തമായില്ലെങ്കിൽ ഞാൻ വ്യക്തമാക്കി തരാം. തന്റെ പേരിലുള്ള സ്വത്തുക്കൾ അമ്മയുടെ പേരിലേക്ക് മാറ്റി എഴുതി കൊടുക്കണമെന്ന് ഞാൻ എന്റെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോ ആദ്യം താനതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. അപ്പോ തന്റെ മൗനം സമ്മതമാണെന്ന് ഞാൻ അങ്ങ് കരുതി. ആ ധാരണയില് ഞാൻ രജിസ്ട്രേഷന് വേണ്ട നടപടികൾ ആരംഭിച്ചു. അന്നേരം ഇക്കാര്യത്തിൽ തന്റെ സമ്മതം നേരിട്ടറിയണമെന്ന് അമ്മ ആവശ്യപ്പെട്ടു. അപ്പോ എന്താ സംഭവിച്ചത്? താൻ സമ്മതമാണോ അല്ലയോ എന്ന് പറയാതെ മടിച്ചു നിന്നു. പിന്നെ ഏറെ സമയം കഴിഞ്ഞതിന് ശേഷം എന്നാ പിന്നെ എന്റെ ആഗ്രഹം നടക്കട്ടെ എന്നൊരു തീരുമാനം താനും എടുത്തത്. അവിടെയും താൻ എന്തോ ഒളിപ്പിച്ചു. തനിക്ക് ഈ സ്വത്തുക്കളോടൊന്നും താല്പര്യമില്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഉടനെ വസ്തുക്കള് അമ്മയുടെ പേരിലേക്ക് എഴുതി കൊടുക്കാൻ താൻ സമ്മതിക്കുമായിരുന്നു. അതൊക്കെ വ്യക്തമായി തന്നെ പറയുമായിരുന്നു. താനത് ചെയ്തില്ല. ഇനി വസ്തുക്കളോട് തനിക്ക് താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എത്ര നിർബന്ധിച്ചാലും ഇതൊക്കെ അമ്മയ്ക്ക് കൊടുക്കാൻ താൻ തയ്യാറാവില്ലായിരുന്നു. ആദ്യം താൻ ഈ വസ്തു കൈമാറ്റത്തെ എതിർത്തിട്ട് ഇപ്പോ അതിന് സമ്മതിച്ചിരിക്കുന്നു. ഇതിൽ നിന്ന് തന്നെ താൻ എന്തോ കാര്യമായിട്ട് എന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ടെന്ന് എനിക്ക് വ്യക്തമാണ്. അതെന്താണ്? താൻ എന്താണ് എന്നിൽ നിന്ന് മറയ്ക്കുന്നത്? സർ, ഒന്നുമില്ല സർ. താനെ എന്നോട് കള്ളം പറയരുത്. എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? സർ, ഇവിടുത്തെ സ്വത്തുക്കൾ എന്റെ പേരിൽ എഴുതി തന്നത് സാറിന്റെ അച്ഛനും. അപ്പോ ഞാനത് മറ്റൊരാൾക്ക് കൈമാറുമ്പോ അച്ഛന്റെ അഭിപ്രായം കൂടി അറിയണമെന്ന് എനിക്കുണ്ടായിരുന്നു. അമ്മയ്ക്ക് എഴുതി കൊടുക്കുന്നതിന് മുമ്പ് അച്ഛന്റെ ഒരു വാക്കുകൂടി ചോദിച്ചിട്ട് അങ്ങനെ ചെയ്യാമെന്ന് ഞാൻ കരുതി. അതിനുവേണ്ടി ഞാനൊന്ന് കാത്തു നിന്നു. അതുകൊണ്ടാ സാർ ആദ്യം എന്നോട് സമ്മതാണോ എന്ന് ചോദിച്ചപ്പോ ഞാനൊന്നും മിണ്ടാൻ നിന്നത്. നോ നോ നോ, ഇതൊന്നും ഞാൻ വിശ്വസിക്കില്ല. താൻ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ പ്രഭാവതി അമ്മയ്ക്ക് വസ്തു കൈമാറുന്നതിന് അച്ഛൻ തനിക്കിപ്പോ സമ്മതം നൽകിയെന്ന് വേണമല്ലോ കരുതാൻ. സർ, അതെ, സമ്മതിച്ചു. അതുകൊണ്ടാണല്ലോ വസ്തു അമ്മയ്ക്ക് എഴുതി കൊടുക്കാൻ എനിക്ക് പൂർണ്ണ സമ്മതാണെന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പോഴും താൻ എന്തോ മറയ്ക്കാണ്.
പ്രഭാവതി അമ്മയ്ക്ക് വസ്തു കൈമാറുന്നതിനോട് അച്ഛന് യോജിപ്പുണ്ടായിരുന്നെങ്കിൽ അച്ഛൻ അത് ഡൈനിങ് ടേബിളിൽ വെച്ച് പറയുമായിരുന്നല്ലോ. എന്നാ അതല്ലല്ലോ സംഭവിച്ചത്. ഒന്നും പറയാതെ ഏതാണ്ട് പ്രതിഷേധിക്കുന്ന മട്ടിൽ കൈ കഴുകിയിട്ട് ഇറങ്ങി പോവുകയല്ലേ അച്ഛൻ ചെയ്തത്. പാർവതി, സ്വത്ത് കൈമാറുന്ന വിവരം താൻ അച്ഛനോട് സംസാരിച്ചു എന്നതിൽ എനിക്ക് തീരെ വിശ്വാസമില്ല. തനിക്കിപ്പോഴും തന്റെ മനസ്സിൽ താൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്നോട് തുറന്നു പറയാം. ഇനി താനത് പറഞ്ഞില്ലെങ്കിലും താൻ എന്താണ് മറച്ചു പിടിച്ചിരിക്കുന്നതെന്ന് ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഓ, ആഖിയുടെ ടെൻഷൻ കണ്ടില്ലേ? ഇപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി ഡോക്ടർ ശ്യാമയെ പരിശോധിക്കട്ടെ. അത് കഴിഞ്ഞ് ഡോക്ടർ ഒന്ന് പുറത്തു വന്നോട്ടെ. ഡോക്ടർ പറയുന്ന വാർത്ത കേട്ട് ആഖി തകരും. ഡോക്ടർ, പെട്ടെന്ന് ഇങ്ങനെ വരാൻ എന്താ സംഭവിച്ചേ? ശ്യാമ സ്റ്റുഡിയോയില് മ്യൂസിക് പ്രാക്ടീസ് ചെയ്യായിരുന്നു. പെട്ടെന്ന് അസുഖം തോന്നി. ഞങ്ങൾ വേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട്. പേഷ്യന്റിന് ഇപ്പോഴും ബോധം വീണിട്ടില്ല. ഇടയ്ക്ക് വോമിറ്റിംഗ് ടെൻഡൻസി കാണിക്കുന്നുണ്ട്. പുറത്തുനിന്ന് എന്തെങ്കിലും ഫുഡ്, അതും പോയിസൺ ആവാൻ ചാൻസ് ഉള്ള എന്തെങ്കിലും ഫുഡ്, ഷവർമയോ മറ്റോ കഴിച്ചോ? ഇല്ല ഡോക്ടർ. പേഷ്യന്റ് ഫുഡ് പോയിസന്റെ ചില സിൻഡ്രംസ് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ചോദിച്ചതാ. ഇല്ല ഡോക്ടർ, അങ്ങനെ ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ ഒപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. ഓക്കെ, നമുക്ക് നോക്കാം. ഡോക്ടർ, സീരിയസ് ആയിട്ട് എന്തെങ്കിലും? ഒന്നും പറയാറായിട്ടില്ല, നോക്കാം. നോക്കാനൊന്നുമില്ല. ശ്യാമയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് എന്തായാലും പോകും. പിന്നെ ശ്യാമയുടെ കാര്യം, ആയുസിന് ബലം ഉണ്ടെങ്കിൽ രക്ഷപ്പെടും. അത്ര തന്നെ. പാവം തളർന്നിരിക്കുന്നത് കണ്ടില്ലേ? അനുഭവിക്കും. ശ്യാമയ്ക്കൊപ്പം ചേർന്ന് നീയും എന്നെ ഒരുപാട് വിഷമിപ്പിച്ചതാ. ഇനി എന്തായാലും ശ്യാമയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ കാര്യം തീരുമാനമായി. ആരെങ്കിലും കാണുന്നതിന് മുമ്പ് മുങ്ങുന്നതാ ബുദ്ധി. പറയടാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി.
എനിക്കും വയറ്റിലുള്ള കുഞ്ഞിനും ഒന്നും സംഭവിക്കില്ല ഈശ്വര, കാത്തോളണേ. ഞാൻ ശ്യാമയെ ഒരുപാട് വേദനിപ്പിച്ചു. എല്ലാത്തിനും സ്നേഹം കൊണ്ട് പ്രായശ്ചിത്തം ചെയ്യാൻ എനിക്ക് അവസരം ഉണ്ടാക്കി തരണേ ഭഗവാനെ. ശ്യാമയുടെ വയറ്റിൽ വളരുന്നത് എന്റെ അക്കിയുടെ കുഞ്ഞ. അതിനെ യാതൊരു കേടും കൂടാതെ എനിക്ക് വേണം. ശ്യാമയെ രക്ഷിക്കണം. അവളോട് ഞാൻ ചെയ്ത തെറ്റുകൾക്കല്ല ഞാൻ മനസ്സുകൊണ്ട് മാപ്പ് ചോദിക്കുക. രക്ഷിക്കണേ ഈശ്വര. റെഡിയായി, എന്നാ നമുക്ക് ഇറങ്ങാം. പിന്നെ എന്തെങ്കിലും ഡ്രസ്സോ ഫ്ലാസ്കോ എടുക്കണമെങ്കിൽ അതെടുത്തേക്ക്. അതെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എന്നാ ഇറങ്ങാം. അമ്മേ, അല്ല അമ്മയച്ഛൻ എങ്ങോട്ടാ? നീ ഇതെങ്ങോട്ടാ? ഞാൻ ഓഫീസിലേക്ക് പോവാൻ പോവാ. അപ്പോഴാ അച്ഛനും അമ്മ ഇറങ്ങുന്ന കണ്ടത്. അല്ല അച്ഛനും അമ്മ എങ്ങോട്ടാ? ആ, വൺ ഡേ ടൂർ പോവാണല്ലേ, മനസ്സിലായി. അപ്പൊ നീ വീട്ടിൽ നടന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? എന്താ അമ്മേ, ഞാനൊന്നും അറിഞ്ഞില്ല. റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ വെച്ച് ശ്യാമയ്ക്ക് സുഖമില്ലാതായി. ഇപ്പൊ ഹോസ്പിറ്റലിലാ. അയ്യോ, ആക്കിയ ഫോൺ ചെയ്ത് പറഞ്ഞേ. ഈശ്വര, ഞാൻ എന്തായി കേക്കുന്നേ? പാവം എന്റെ ശ്യാമ, സുഖമില്ലേ? സംസാരിച്ചിരിക്കാൻ സമയമില്ല, ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. എന്ന് ഞാൻ ഓഫീസിൽ പോകുന്നില്ല, ഞാനും വരാച്ചാ. ശ്യാമ പ്രഗ്നന്റാ, അവളെ കാത്തോളേ. ശരി, വാ ഇറങ്ങാം. അമ്മേ, അച്ഛാ, ശരിക്കും പ്രാർത്ഥിച്ചോളണേ. ശ്യാമയ്ക്കും ഉള്ളിലുള്ള കുഞ്ഞിനും ഒന്നും വരുത്തരുതെന്ന് ദൈവങ്ങളോട് ഉള്ളൊരുക്കി പ്രാർത്ഥിക്കണേ. ഈശ്വര, ഇത് എന്തൊരു പരീക്ഷണമാ. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഒന്നും വരില്ല. ഈശ്വരൻ കാത്തോളും. വാ. ഇനി ഈശ്വരൻ വിചാരിച്ച പോലും ശ്യാമയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ രക്ഷിക്കാനാവില്ല. അത്രയ്ക്ക് കൊടും വിഷം അവളുടെ ഉള്ളിൽ ചെന്നിരിക്കുന്നേ. ശ്യാമയും കൂടി അടിച്ചു പോകാതിരുന്ന ഭാഗ്യം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സാവിത്രി, അവനോടൊന്ന് സൂക്ഷിക്കണമെന്ന് പറയാനെന്ന്. പിന്നെ അവനോട് സൂക്ഷിക്കണമെന്ന് പറയാൻ നിങ്ങൾ ആരാ? അവൻ ആരാന്ന് അറിയാത്തതുപോലെ. എന്റെ മോനെ പോലീസ് ഓഫീസറാ, പോലീസ് ഓഫീസർ, ACP. ഇവനിവിടെ ACP ആയിരിക്കുന്നത് കൊണ്ടേ ഈ ജില്ലയിലെ ഗുണ്ടകളെല്ലാം കേരള സ്റ്റേറ്റ് വിട്ടിരിക്കുക. ഇവനെ പേടിച്ച് തീ വിഴുങ്ങി പപ്പനും കലപ്പ സജി എന്നീ 2 ഗുണ്ടകളെ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തു, അറിയോ? ക്രിമിനലുകൾക്കെല്ലാം പേടി സ്വപ്നമായ എന്റെ മകന് ആപത്ത് വരുന്നതായിട്ട് നീ സ്വപ്നം കണ്ടെന്ന്. ദേ, എന്റെ മകനെ പഴയതുപോലെ വരുതിയിലാക്കാൻ പുതിയൊരടവ്. കൊള്ളാം. അതിന് ചെലവാകില്ല. എന്റെ മകന്റെ കാര്യം നോക്കാനേ എനിക്കറിയാം. അതിലൊന്നും നീ ഇടപെടണ്ട, മനസ്സിലായോ? നിക്കടിയോട്ടെ. ഓ, വന്നു മധ്യസ്ഥതയ്ക്ക് വളർത്തമ്മ. എന്നാടി നിനക്കവൻ നിന്റെ മകൻ മാത്രമായത്? നീ പ്രസവിച്ച നിന്റെ മകന് നീ നേരെ ചൊവ്വേ പാല് കൊടുത്തിട്ടുണ്ടോടി? പ്രസവിച്ചിട്ട് നീ നിന്റെ കാര്യം നോക്കി നടന്നു. കണ്ണു തുറക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അതിനെ ഏറ്റുവാങ്ങി വളർത്തിയത് ഈ നന്ദിനിയാ. കളിപ്പിച്ചതും പാട്ടുപാടി ഉറക്കിയതും നടക്കാൻ പഠിപ്പിച്ചതും ഒക്കെ ഈ വളർത്തമ്മയാ. LKG തൊട്ട് സ്കൂളിലും കോളേജിലും ഒക്കെ കൊണ്ടു ചേർത്തതും പഠിപ്പിച്ചതും
നല്ല വഴിയിൽ നടക്കാൻ ഉപദേശിച്ചതും അവനെ ഇന്ന് ഈ നിലയിൽ എത്തിച്ചതും ഈ അമ്മയാടി. നീ അവന്റെ എന്തെങ്കിലും കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടോടി? ഉണ്ടോ? എടി, പ്രസവിക്കാതെ മക്കളെ വളർത്താം. അതിന് മറ്റൊന്നും വേണ്ട. സ്നേഹവും വാത്സല്യവും മാത്രം മതി. അവനൊരു ആപത്ത് വരാൻ പോകുന്നോന്ന് ഇവള് സ്വപ്നം കണ്ടു. ഈ അമ്മയുടെ മനസ്സില് ആ മകൻ ഉള്ളതുകൊണ്ടാ ഇവള് ദുസ്വപ്നം കണ്ടത്. അതാണ് അമ്മ. അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. കാരണം നിനക്ക് അമ്മയെന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. നീ അമ്മയല്ല. കേറി പൊടിയകത്ത്, എന്റെ നാവിന്ന് നല്ലത് കേൾക്കാതെ. വിഷമിക്കാതെ മോളെ, ഇത് നന്ദി കെട്ടവരുടെ ലോകോ. ക്ഷമിച്ചേക്ക്. പിന്നെ നിന്റെ പ്രാർത്ഥനകളുള്ളപ്പോ അവനൊന്നും പറ്റില്ല മോളെ. കണ്ണേൽ കൊള്ളേണ്ടത് പുരികത്ത് തട്ടിപ്പൊയ്ക്കോളും. അന്ത്യകാലത്ത് വൃദ്ധസദനങ്ങളിലാ മാതാപിതാക്കള്. മക്കള് കൊണ്ടു ചെന്ന് കളയുന്നതാ. അതൊക്കെ ഓർക്കുമ്പോ ഈ നന്ദി കിടക്ക് എത്രയോ ചെറുതാ. എന്തായാലും എല്ലാ ആപത്താ. പ്രശ്നം ഒന്ന് നോക്കണം. നാളെ തന്നെ ഒരു ജോത്സ്യനെ വരുത്താം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എപ്പോഴെങ്കിലും എന്റെ സഹായം ആവശ്യമാണെങ്കിൽ എന്നെ വിളിക്കാൻ മറക്കരുത്. ദാ ഈ കാർഡ് കയ്യിൽ വെച്ചോളൂ. ആ കാർഡിലെ എന്റെ പേഴ്സണൽ നമ്പറുണ്ട്. എന്താവശ്യം വന്നാലും എന്നെ വിളിക്കാൻ മറക്കരുത്. ലണ്ടനിലുള്ള എന്റെ പെങ്ങള് മാനസി പോലെ ഇരിക്കും മൈഥിലിയും. എന്തായാലും മൈഥിലിയോട് എന്നെ അന്വേഷണം പറയാൻ മറക്കരുത്. ശരി സർ. മീനാക്ഷിയെ കാണുന്നില്ലല്ലോ. ഇവളിത് എവിടെ പോയി? മീനാക്ഷി, എഞ്ചുവാവേ. മീനാക്ഷി, ഓ മീനാക്ഷി, നീ വാ. അമ്മ എന്താ അമ്മേ? മോളെ, മോളോട് അമ്മയ്ക്കൊരു കാര്യം പറയാനുണ്ട്. പറയമ്മേ. കാർത്തിമോൻ എവിടെ? ACB ഓഫീസിൽ പോയിരിക്കാം. മോളെ, അമ്മ ഒരു ദുസ്വപ്നം കണ്ടു. ദുസ്വപ്നോ? കാർത്തിമോനെ ചിലർ ചേർന്ന് ആക്രമിക്കുന്നതായിട്ട്. എനിക്കെന്തോ വല്ലാത്ത ടെൻഷൻ. അമ്മ പേടിക്കണ്ട, സ്വപ്നല്ലേ. സ്വപ്നമാണെങ്കിലും അമ്മയ്ക്കൊരു പേടി. അവനെ എങ്ങനെയെങ്കിലും മോളെ വിവരം അറിയിക്കണം. അതിനൊരു വഴിയുണ്ട്. ഞാൻ അറിയിച്ചോളാം. അമ്മ സമാധാനായിട്ടിരിക്കെ. പേടിക്കണ്ടെന്ന് പറഞ്ഞില്ലേ, ഒന്നും വരില്ല. എന്താ പോയിസൺ വരുന്നുണ്ട്. ഒന്ന് നിന്നേ. എന്തായിരുന്നടി ഒരു ഗൂഢാലോചന?
ഒരാളെ തട്ടാനുള്ളൊരു പ്ലാൻ തയ്യാറാക്കുമായിരുന്നു. ആരെ? അത് പറഞ്ഞ അതിന്റെ സസ്പെൻസ് പോയില്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.